വലിയ കുടുംബത്തിൽ ഉള്ള ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് നമുക്കുള്ള മക്കളുടെ അത്രയും തന്നെ ക്യാരക്ടറായിരിക്കും ഈ 4 മക്കൾക്ക്. ഇപ്പോൾ 4 മക്കളുണ്ടെങ്കിൽ 4 മക്കൾക്ക് 4 ക്യാരക്ടറായിരിക്കും. അതിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മൂത്ത മോളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുർബാനയ്ക്ക് പോകാനായിട്ട് ഞങ്ങളൊരു ദിവസം ആരംഭിക്കുന്നത് 5 മണിക്ക്, രാവിലെ പുലർച്ചയ്ക്ക് 5 മണിക്ക് ഞങ്ങൾ എഴുന്നേൽക്കും. 5:45 കുർബാന പള്ളിയിലുണ്ടെങ്കിൽ ഞങ്ങൾ പോയിരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ രീതി. അതുപോലെ തന്നെ എന്തെങ്കിലും പെരുന്നാളോ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളൊക്കെ ആയിട്ട് പള്ളിയിൽ പാട്ട് കുർബാന ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ 5 മണിക്ക് തന്നെ കുർബാനയ്ക്ക് പോയിരിക്കും. അപ്പം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഒക്കെ വൈകുന്ന കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ ഇതിനെ ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കുന്നത് മൂത്ത മോളാണ്. ഇത് 5:35 5:40 ഇപ്പോൾ പോയാലേ എത്തുള്ളൂ. അപ്പോൾ എല്ലാവരെയും പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നത് അവളാണ്. അപ്പോൾ ആ കാര്യത്തിൽ, ആ ടൈമിൻ്റെ കാര്യത്തിലൊക്കെയുള്ള ഉത്തരവാദിത്വം അവൾക്കുണ്ട്. രണ്ടാമത്തെ മോനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രത്യേകത വെച്ചാൽ അവന് കൂടുതൽ ബൈബിള് വായിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ബൈബിള് വഴി അവൻ അത് കറക്റ്റ് ചെയ്ത് തരും. ഇപ്പം അപ്പം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനകളിൽ ചിലപ്പോൾ ചെറിയ ബ്രേക്ക് എടുത്ത് എന്തെങ്കിലും വർത്തമാനം പറയാൻ വന്നാൽ അതൊന്നും പറ്റില്ല, സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ സ്പീഡ് അത്ര കൂടാൻ പാടില്ല. അപ്പോൾ അവൻ അത് കൺട്രോൾ ചെയ്യും. സ്പീഡ് കൂടുന്നുണ്ട്, സ്പീഡ് കുറയ്ക്കണം. അപ്പോൾ അത് രണ്ടാമത്തെ ആളുടെ കഴിവ്. താഴെയുള്ളവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഇപ്പോൾ ഒരു കണ്ണിൽ കരട് പോയി, അപ്പോൾ പെട്ടെന്ന് അങ്ങനെയൊക്കെയുള്ള പെട്ടെന്നൊരു റിയാക്ഷൻ ആൾക്കുണ്ട്. നമ്മളെ സഹായിക്കാൻ ഓടി വരും. ആളുകളെല്ലാവരും വ്യത്യസ്ത ക്യാരക്ടറാണ്. ഇതിനൊക്കെ അടിസ്ഥാനപരമായൊരു ബേസ് എന്ന് പറയുന്നത് ഞങ്ങൾ കുഞ്ഞുനാളിൽ മുതൽ ഞങ്ങൾ അവരെ പള്ളിയിൽ കൊണ്ടുപോകും എന്നുള്ളതാണ്. ഞാൻ ആൺപിള്ളേർ എൻ്റെ കൂടെ വരും, പെൺകുട്ടി മഞ്ജുൻ്റെ കൂടെ പോകും. അപ്പോൾ എൻ്റെ ഇരുവശവും 2 പേര് നിൽക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ കുർബാനയിലുള്ള സാമീപ്യം. അപ്പം ഞങ്ങൾ സമാധാനം ആശംസിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമാധാനം ആശംസിക്കും. അതുപോലെ തന്നെ സ്വർഗസ്ഥനായ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ കൈ കോർത്ത് പിടിച്ച് സ്വർഗസ്ഥനായ ചെല്ലും. അപ്പം ദൈവാനുഭവം ഞങ്ങളെ അവരെ എക്സ്പീരിയൻസിലൂടെ കാണിച്ചു കൊടുക്കായിരുന്നു. ഞങ്ങൾ പറഞ്ഞു കൊടുക്കല്ലായിരുന്നു, ഞങ്ങൾ കാണിച്ചു കൊടുക്കായിരുന്നു, പരിശീലിപ്പിക്കുകയായിരുന്നു. ഇതിപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിൽ കാണിച്ചു കൊടുത്തിട്ട്, അകലെ കാണിച്ചു കൊടുത്തിട്ട് അവിടെ തണുപ്പുണ്ട് മക്കളെ എന്ന് പറയുന്നതിലും ഭേദം ആ തണുപ്പ് എന്താണെന്ന് അവരെ കാണിച്ചു കൊടുക്കാൻ നമ്മളവരെ കൂട്ടിക്കൊണ്ടു പോവാണ്. കുർബാന ഒരു അനുഭവമാണല്ലോ. അപ്പം ആ അനുഭവത്തിലേക്ക് അവരെ എത്തിക്കുകയാണ്. കുഞ്ഞുനാൾ മുതലേ അവർക്ക് ചിലപ്പോൾ കുർബാനയെക്കുറിച്ച് അറിയാത്ത സമയങ്ങളായിരിക്കാം. പക്ഷെ നമ്മളൊരു സ്തുതി കൊടുക്കുന്ന സമയത്ത് കൈകൂപ്പി സ്തുതി കൊടുക്കാൻ ആ കുഞ്ഞുവാവനെ പഠിപ്പിക്കണം. ഇപ്പോൾ കുഞ്ഞുവാവ 8 മാസമായിട്ടുള്ളൂ. പക്ഷേ കുർബാനയുടെ സമയത്ത് ചില പ്രധാന ഭാഗങ്ങളിലൊക്കെ ഞാനെടുത്ത് കൈകൂപ്പി പിടിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ ഇങ്ങനെ ഒക്കെ പിടിക്കുകയുള്ളൂ, ചിലപ്പോൾ കൈ നീറുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെതായ രീതിയിൽ കൈകൂപ്പി പിടിക്കാൻ ശ്രമിക്കും. എപ്പോഴും ആവില്ല, ചില പ്രധാനപ്പെട്ട സമയങ്ങളിൽ സമാധാനം ആശംസിക്കുന്ന സമയത്ത്. അതുപോലെ സ്വർഗസ്ഥനായൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞുവാവയുടെ കൈ പൊക്കി പിടിക്കാൻ ശ്രമിക്കും. അപ്പോൾ ആദ്യമൊക്കെ അവൾ എതിർക്കും, പിന്നെ ചുറ്റും നോക്കുമ്പോൾ എല്ലാവരും കൈ പൊക്കി കാണുമ്പോൾ അവളും കൈ പൊക്കി കാണിക്കും. അങ്ങനെ കുഞ്ഞുനാൾ മുതൽ ഇത്തരത്തിൽ ആത്മീയമായ വളർച്ചയ്ക്ക് ഉതകുന്ന പല ഘടകങ്ങളും നമ്മൾ അങ്ങോട്ട് സപ്ലൈ ചെയ്യണം. എന്നാലാണ് ഈ ഒരു ഘട്ടം എത്തുമ്പോൾ, ഒരു കൗമാര കാലഘട്ടം അല്ലെങ്കിൽ ഈ യൗവന കാലഘട്ടം എത്തുമ്പോൾ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. കുഞ്ഞുനാളിൽ മുതലേ ഇത് നമ്മൾ ചെയ്ത് പരിശീലിക്കണം. മാമോദിസ കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് കുഞ്ഞുവാവ ഞങ്ങൾ കുർബാനയ്ക്ക് കൊണ്ടുപോയി തുടങ്ങിയതാണ്. ഇതുവരെ ഞങ്ങൾ മുടങ്ങാതെ വിശുദ്ധ കുർബാന കുഞ്ഞുവാവയെ കൊണ്ടുപോകും. വാക്സിനേഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല പനിയായിരിക്കും. ചിലപ്പോൾ രാത്രിയിൽ ഉറക്കിയിട്ടുണ്ടാവില്ല, രാത്രി ഞാൻ അവളൊന്നും ഉറങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും ഷോണിച്ചേട്ടൻ പറയും, നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ പള്ളിയിൽ പോയി ഇരുന്നാൽ മതി, വിശുദ്ധ കുർബാന മുടങ്ങണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നത് ഷോണിച്ചേട്ടൻ്റെ ഒരു സപ്പോർട്ടാണ്. മൂത്ത മക്കളാണെങ്കിലും കുർബാന സ്വീകരണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ വിശുദ്ധ കുർബാന മുടങ്ങാതെ കുർബാനയ്ക്ക് പോകുന്നത്. പപ്പയാണ് ആ ഒരു മാതൃക മക്കൾക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മക്കൾക്ക് ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും കുർബാനയ്ക്ക് നമുക്ക് പോകണം എന്ന് പറഞ്ഞാൽ ആ തീഷ്ണത മുന്നിൽ കാണിക്കുന്നത് ഇപ്പം മക്കളാണ് കാണിക്കുന്നത്. അത് ഷോണിച്ചേട്ടൻ പകർന്നു കൊടുത്തിട്ടുള്ള ആ ഒരു മാർഗമാണത്.